ഒമാനിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് മാർഗനിർദ്ദേശങ്ങളുമായി ടൂറിസം മന്ത്രാലയം. പ്രകൃതി സംരക്ഷണം, റോഡ് സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലാണ് മാർഗനിർദ്ദേശങ്ങൾ. ഉത്തരവാദ ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ടൂറിസം മന്ത്രാലയം അറിയിച്ചു. ഒമാനിലെ ഗ്രാമങ്ങൾ, പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ, ഓഫ് റോഡ് ടൂറിസം കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് മന്ത്രാലയം പുറപ്പെടുവിച്ചത്. സാംസ്കാരിക കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളും നിർദ്ദേശത്തിലുണ്ട്. വിനോദസഞ്ചാരികൾ പാലിക്കേണ്ട പൊതുമാർഗനിർദ്ദേശങ്ങളാണ് പൈതൃക ടൂറിസം മന്ത്രാലയം പുറപ്പെടുവിച്ചത്. മാന്യമായ വസ്ത്രധാരണത്തെക്കുറിച്ചും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. സഞ്ചാരികളായ പുരുഷന്മാരും സ്ത്രീകളും കാൽമുട്ടുകളും തോളുകളും മൂടുന്ന വസ്ത്രം ധരിച്ചിരിക്കണം. വാഹനങ്ങളിൽ GPS ട്രാക്കറുകൾ നിർബന്ധമാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ശാന്തതയ്ക്ക് കോട്ടം തട്ടാതിരിക്കാൻ ശബ്ദം പരമാവധി കുറയ്ക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആളുകളുടെ ഫോട്ടോ എടുക്കുന്നതിനോ സ്വകാര്യ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനോ മുമ്പ് അനുവാദം വാങ്ങിയിരിക്കണം. ഗൈഡിന് ടൂറിസം മന്ത്രാലയം നൽകുന്ന സാധുവായ ടൂർ ഗൈഡ് ലൈസൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഗ്രാമങ്ങൾ സന്ദർശിക്കുന്നവർ ഗ്രാമീണരുടെ കൃഷിയിടത്ത് നിന്ന് ഫലങ്ങൾ പറിക്കരുത്. ജലസ്രോതസ്സുകൾ മലിനമാക്കരുതെന്നും ജൈവവൈവിധ്യത്തെ നശിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. വാഹനങ്ങൾ ഗ്രാമീണർക്ക് അസൗകര്യമുണ്ടാക്കുന്ന രീതിയിൽ പാർക്ക് ചെയ്യരുത്. ഓഫ് റോഡ് യാത്രകൾക്ക് 4-വീൽ ഡ്രൈവ് വാഹനങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഡെസേർട്ട് സഫാരിക്ക് പോകുന്നവർ വാഹനങ്ങളിൽ GPS ട്രാക്കറുകളും സുരക്ഷാ ഉപകരണങ്ങളും ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.